സതിയുടെ കഥയുടെ 4ാമത്തെ എപ്പിസോഡ് തുടങ്ങി. അങ്ങനെ ശിവനോട് സതിയുടെ അച്ഛൻ പറഞ്ഞു, ഈ കല്യാണം ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശിവൻ പറഞ്ഞു, അച്ഛ അങ്ങനെ പറയരുത്, ഞങ്ങൾ ഇഷ്ടപ്പെട്ടു പോയി. ഇല്ല, ഈ കല്യാണം നടക്കില്ല. നിനക്ക് അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്ത ഒരു കുടുംബത്തിലേക്ക് എൻ്റെ മകളെ കെട്ടിച്ച് വിടാൻ പറ്റില്ല. ശിവൻ പറഞ്ഞു, ഞങ്ങൾക്കൊരിക്കലും പിരിയാൻ പറ്റില്ല, ഞങ്ങൾ സ്നേഹിച്ചു പോയ അച്ഛ എന്ന്. അപ്പോൾ സതിയുടെ അച്ഛൻ ചോദിച്ചു, നിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ശിവനെന്നാണ്. അപ്പോൾ സതിയുടെ അച്ഛൻ ചോദിച്ചു, നീ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളാണോ? അല്ല. എങ്കിൽ ഈ കല്യാണം നടക്കില്ല. എൻ്റെ മോളെ എൻ്റെ സമുദായത്തിൽപ്പെട്ട പയ്യനെ ഞാൻ കെട്ടിക്കൊടുക്കുകയുള്ളൂ എന്ന് സതിയുടെ അച്ഛൻ പറഞ്ഞു. അച്ഛ അങ്ങനെ പറയരുത്, ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ സതിയുടെ അച്ഛൻ ദേഷിച്ചു, നിങ്ങളടുത്തല്ലേ പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാനെന്നല്ലേ പറഞ്ഞത്, ഇത് നടക്കില്ലെന്നല്ലേ നിങ്ങളോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഉറക്കെ ദേഷിച്ചു. ഇറങ്ങിപ്പോവാനല്ലേ പറഞ്ഞത് എന്ന് രവി പറഞ്ഞു. സൗണ്ട് അടുക്കളയിൽ കേട്ടു. ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ സൗണ്ടാണല്ലോ ഈ ഒച്ചത്തിൽ കേൾക്കുന്നത്. ആരോടെയാണ് ഈ രാവിലെ ഇത്രയും ഒച്ച എടുത്ത് ബഹളം വയ്ക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ലീല ഉമ്മറത്തേക്ക് വന്നു. അപ്പോൾ അവിടെ ഒരു പയ്യൻ നിൽക്കുന്നു. ആ പയ്യനോടാണല്ലോ അദ്ദേഹം ദേഷിക്കുന്നത്. എന്തിനാണെന്ന് അവർക്ക് ആദ്യം മനസ്സിലായില്ല. ഇതെല്ലാം കേട്ടുകൊണ്ട് സതി മാറി ഒളിച്ചു നിൽക്കുകയായിരുന്നു. അച്ഛൻ ഇറങ്ങിപ്പോവാൻ പറഞ്ഞപ്പോൾ സതി പൊട്ടിക്കരഞ്ഞു. ഇവൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് കുനിഞ്ഞ് ഇറങ്ങിപ്പോയി. അത് കണ്ടപ്പോൾ സതി സങ്കടപ്പെട്ടു കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടിപ്പോയി. ഭാര്യ ലീല ചോദിച്ചു, നിങ്ങൾ എന്താ മനുഷ്യ ഇങ്ങനെ കിടന്ന് വാ വയ്ക്കുന്നത്? ആ പയ്യനെ എന്തിനാണ് വഴക്ക് പറയുന്നത് എന്ന് ചോദിച്ചു. വഴക്ക് പറയുന്നതോ? എന്തിനെന്നോ? നിനക്കറിയണ്ടേ, നിൻ്റെ മോൾക്ക് അവനുമായി പ്രേമമെന്ന്, അവന് കെട്ടിക്കൊടുക്കണമെന്ന് പറയുന്നു. അത് നമ്മുടെ ജാതിയിൽപ്പെട്ടവനല്ല, അത് വേറെ ജാതിക്കാരനെ, അവന് കെട്ടിക്കൊടുക്കണമെന്ന് പറയുന്നു. അവളെ ഇന്ന് ഞാൻ ശരിയാക്കും. ഇനി അവൾ കോളേജിലൊന്നും പോകണ്ട, അവളെ പഠിത്തം ഇവിടെ വെച്ച് നിർത്തിക്കൊള്ളണമെന്നും പറഞ്ഞ് ദേഷിച്ചു സതിയുടെ അച്ഛൻ ലീലയോട്. രവി വിളിച്ചു, എടി സതി ഇവിടെ വാടി എന്ന്. സതി കിടുങ്ങി വിറച്ചു. അയ്യോ, അച്ഛൻ എന്നെ ഇന്ന് കൊല്ലും, ഇവിടെ വാടിയ. നീ കോളേജിൽ നിന്നെ പഠിക്കാൻ വിടുന്നത് പ്രേമിക്കാനാണോടി? കണ്ടവൻ്റെ കൂടെ കറങ്ങാനാണോടി? ഇനിമേൽ നീ ഇവിടുന്ന് കോളേജിൽ പോയാൽ നിൻ്റെ കാല് രണ്ടും ഞാൻ വെട്ടി ഒടിക്കും. പറഞ്ഞേക്കുകയാണ്, അവൾ പ്രേമിക്കാൻ കോളേജിൽ പോയിരിക്കുന്നു. അച്ഛാ, എനിക്ക് ശിവനെ ഇഷ്ടമാണ്, എനിക്ക് കല്യാണം കഴിച്ചു തരണം. നടക്കില്ലടി, നടക്കില്ല, ഇനി പഠിക്കാൻ. സതി നിലവിളിച്ചുകൊണ്ട് റൂമിലേക്ക് ഓടിക്കയറി. ഇനി തൊട്ട് അവൾ കോളേജിലൊന്നും പോകണ്ട, അവൾ ഇവിടുന്ന് പോയാൽ അവളുടെ കാല് ഞാൻ അടിച്ചൊടിക്കും എന്ന് അട്ടഹസിച്ചു സതിയുടെ അച്ഛൻ. ലീല ഒന്നും മിണ്ടിയില്ല. നീയെ വളർത്തിയാണ് അവളെ വഷളാക്കിയത്, നിനക്കാണ് തരേണ്ടത് എന്ന് രവി ലീലയോട് പറഞ്ഞു. ലീല സതിയുടെ റൂമിൽ ചെന്നു. കതവ് തട്ടി, മോളെ കതവ് തുറ. അങ്ങനെ സതി വന്ന് കതവ് തുറന്നു. എന്തുവാ ഈ കേൾക്കുന്നത്? നീ ഏത് പയ്യനുമായിട്ടാണ് പ്രേമം? അമ്മ, എനിക്ക് ശിവനെ ഇഷ്ടമാണ്, എനിക്ക് വേറൊരാളെ ഇഷ്ടപ്പെടാൻ പറ്റില്ല, ഞങ്ങൾ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി, എനിക്കൊരിക്കലും ശിവനെ മറക്കാൻ പറ്റില്ല അമ്മേ എന്ന് പറഞ്ഞു. ലീല പറഞ്ഞു, മോളെ നീ എന്താ പറയുന്നത്? നിന്നെ പഠിക്കാൻ വിട്ടത് നീ പ്രേമിക്കാനാണോ? ഒരിക്കലും ഇത് നടക്കില്ല, അച്ഛൻ സമ്മതിക്കില്ല. നിനക്കറിഞ്ഞുകൂടെ അച്ഛൻ്റെ സ്വഭാവം? നീ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് ചോദിച്ചു. അങ്ങനെ ശിവൻ കാറ് ഓടിച്ചുകൊണ്ട് നിന്നപ്പോൾ ആലോചിച്ചു, അപ്പോഴേ സതി പറഞ്ഞതാ ചോദിക്കേണ്ട, അച്ഛൻ സമ്മതിക്കില്ലെന്ന്. അദ്ദേഹം എന്തു മനുഷ്യനാണ്, ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാരായാൽ എന്ന് ശിവൻ ചിന്തിച്ചു. സതിയുടെ അച്ഛൻ പറഞ്ഞു ലീലയോട്, ഇനി ഇവളെ പഠിക്കാൻ വിടണ്ട, അവളെ കല്യാണം എത്രയും പെട്ടെന്ന് കഴിപ്പിച്ച് വിടണം. അതിനുള്ള തയ്യാറെടുപ്പാണ് ഞാൻ ഇനി നോക്കാൻ പോണത്. എന്തായാലും ഞാൻ ദാ വരുന്ന എന്നും പറഞ്ഞു പോയി. കുറച്ച് കഴിഞ്ഞ് രവി പുറത്തുപോയി വന്നു. ലീലയോട് പറഞ്ഞു, നാളെ നിൻ്റെ മോളെടുത്ത് ഒരുങ്ങി നിൽക്കാൻ പറയണം, അവളെ പെണ്ണ് കാണാൻ ഒരാൾ വരുന്നുണ്ട്. എന്ത് എന്ന് വെച്ചാലും ആ കല്യാണം ഞാൻ ഉറപ്പിക്കും, അത് ഞാൻ നടത്തിയിട്ടേ ഇരിക്കൂ. സതി ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ പൊട്ടിക്കരഞ്ഞു. പിന്നെ കണ്ണൊക്കെ തുടച്ചിട്ട് കതവടച്ചിട്ട് ശിവനെ വിളിക്കാനായി ഫോൺ എടുത്തു. സതി ശിവനെ വിളിച്ചു. ശിവൻ ഫോൺ എടുത്ത്, എന്താ സതി? പൊട്ടിക്കരഞ്ഞു. ശിവ, എൻ്റെ കല്യാണം ഉറപ്പിച്ചു, എന്നെ കല്യാണം കഴിപ്പിക്കാൻ പോവുകയാണ്, എന്നെ രക്ഷപ്പെടുത്തു ശിവ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സതിയുടെ അച്ഛൻ കയറി വന്നു. നീ അവനെ ഫോൺ വിളിക്കുന്നു എന്നും പറഞ്ഞ് ഫോൺ മേടിച്ച് വലിച്ചെറിഞ്ഞു. ഫോൺ പൊട്ടി. ഇനി മേലിൽ ഇവളുടെ കയ്യിൽ ആരും ഫോൺ കൊടുക്കരുത്, ഇവളെ ഇവിടെ പൂട്ടിയിടണം, ഞാൻ തീരുമാനിക്കും നിൻ്റെ കല്യാണം എന്ന് പറഞ്ഞു. സതിയുടെ അച്ഛൻ കൈ വലിച്ച് സതിക്ക് കരണക്കുറ്റിക്ക് ഒരു അടി കൊടുത്തു. സതി കൈ പൊട്ടിക്കരഞ്ഞു, കട്ടിലിൽ കിടന്നു. അച്ഛാ
എനിക്കൊരിക്കലും ശിവനെ മറക്കാൻ പറ്റില്ല. നിനക്ക് മറക്കാൻ പറ്റില്ലേ? ഞാൻ കാണിച്ചു തരാമെടി എന്നും പറഞ്ഞ് സതിയുടെ അച്ഛൻ പുറത്തേക്ക് പോയി. വാതിൽ പൂട്ടി. അവൻ ആലോചിച്ചു, ഇനി എനിക്ക് സതിയെ കാണാൻ പറ്റില്ല. അവളെ അവർ വീട്ടു തടങ്കലിലാക്കി. ഇനി കോളേജിലും വിടില്ല. എന്ത് ചെയ്യും? സതിയെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ചാടിക്കണം. എന്നിട്ട് ഏതെങ്കിലും അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കണം. അതിനി ഞാൻ എന്ത് ചെയ്യണം? പിറ്റേന്ന് രാവിലെ തന്നെ ശിവൻ കാറുമെടുത്ത് ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അപ്പോൾ അവിടെ മായ നിൽക്കുന്നു. മായയുടെ അടുത്ത് വണ്ടി നിർത്തി. മായ, എനിക്കൊരു കാര്യം ചെയ്യണം. ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രേമം വീട്ടിലറിഞ്ഞു. ആകെ പ്രശ്നമായി. അവരുടെ അച്ഛൻ നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കത്തില്ല. എങ്ങനെയെങ്കിലും സതിയെ അവിടെ നിന്നും പുറത്തു കൊണ്ടുവരണം. എനിക്കൊരു ഉപകാരം ചെയ്യുമോ? അവളുടെ കയ്യിൽ ഫോണില്ല, ഒന്നും പറയാൻ പറ്റില്ല. മായ അവരുടെ വീട്ടിൽ ചെന്ന്, ഞാനൊരു ഫോൺ തരാം, ആ ഫോൺ കൊടുക്കണം, അത് ഈ സിമ്മ് ഇട്ടുണ്ട്, ആരും കാണാതെ എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് സതിയുടെ വീട് വരെ ഒന്ന് പോകുമോ? ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യുമോ എന്ന് ചോദിച്ചു. മായ പറഞ്ഞു, അവരെ അറിഞ്ഞാൽ എന്നെ കൊല്ലില്ലേ? ഇല്ല, കാണാതെ പറഞ്ഞാൽ മതി. എന്തെങ്കിലും ബുക്ക് അവിടെ സതിയുടെ കയ്യിൽ നിന്ന് മേടിക്കാനെന്ന് പറഞ്ഞാൽ മതി. ശരിയെന്ന് മായ പറഞ്ഞു. ശിവനിൽ നിന്ന് ആ ഫോൺ വാങ്ങി. ഞാൻ ചെന്ന് അവളോട് സംസാരിക്കാം. മായ പോയി സതിയെ സമാധാനപ്പെടുത്തണം. ഞാൻ പറഞ്ഞതൊക്കെ പറയണം. ഈ ഫോൺ ഒളിപ്പിച്ച് വെക്കാൻ പറയണം. ഞാൻ വിളിക്കുമ്പോൾ ഫോൺ അവൾ എടുക്കണം. എല്ലാ കാര്യവും മായ അവളോട് പറയണം. ശരി, ഞാൻ സതിയോട് എല്ലാ കാര്യവും പറയാം എന്ന് പറഞ്ഞു. മായ, ഞാൻ കോളേജിൽ പോട്ടെ, നാളെ അവളുടെ വീട് വരെ ഒന്ന് പോകാം എന്ന് പറഞ്ഞു. ശരി എന്ന് ശിവൻ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ മായ സതിയുടെ വീട്ടിലേക്ക് ചെന്നു. അപ്പോഴവിടെ അച്ഛനില്ല, അമ്മയുണ്ട്. അമ്മേ, സതിയോ? എന്താ അവൾ കോളേജിൽ വരാഞ്ഞത്? അവൾക്ക് പനി, അവൾ 2 ദിവസം കഴിഞ്ഞേ വരുന്നുള്ളൂ. എൻ്റെ ബുക്ക് അവളെ കയ്യിൽ ഇരിക്കുന്നു, അത് ഞാൻ മേടിക്കാൻ വന്നത്. അവളെന്ത് ചെയ്യും? അവൾ മേലുണ്ട് എന്ന് പറഞ്ഞു. ശരി അമ്മേ, ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞ് മായ മേളിലോട്ട് പോയി. ഇനി എന്ത് സംഭവിക്കും? ബാക്കി കഥ അടുത്ത എപ്പിസോഡിൽ കാണാം.